ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ട് ഇപ്പം ഒറ്റയ്ക്കിരുന്ന് അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ഇല്ല, ധ്യാൻ ഇന്നലെ ഞാൻ വായിച്ചിരുന്നു. ഇല്ല, ധ്യാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായി, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിച്ചായിരുന്നു. കണ്ടായിരുന്നു പുള്ളി പടം കണ്ടോ? അവൻ കണ്ടിട്ടില്ല, പക്ഷെ എന്ന് പറഞ്ഞു ഒരു താല്പര്യമില്ല. എന്നാലും ഫ്രണ്ടിലോട്ട് കയറാതില്ല. നമസ്കാരം, താങ്ക് യു. സിനിമ നിറഞ്ഞ സദസ്സുകളിൽ ഓടുന്നു. ഭയങ്കര സന്തോഷം. തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കൂടുതൽ സന്തോഷം. അപ്പോൾ എന്തായാലും ഭയങ്കര പാക്ഡായിട്ട് ആൾക്കാർ എല്ലാവരും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ സിനിമ ഒരുമിച്ച് വന്നിരുന്ന സിനിമ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ കുറേ സമയമെടുത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ബിജാറിനാണെങ്കിലും കുറേ കാലം ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി അതെല്ലാം ഇങ്ങനെ പേ ഓഫ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. പ്രേക്ഷകരുടെ അഭിപ്രായം നേരിട്ട് അറിഞ്ഞപ്പം എങ്ങനെയുണ്ട്? അതാണ്, നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ ശരിക്കുമുള്ള ഗ്രൗണ്ട് ലെവൽ എന്താണെന്ന് നമുക്ക് അറിയുന്നത്. അപ്പോൾ ആൾക്കാർ കൈയടിച്ചിട്ടാണ് സിനിമ കാണുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ഇത് മനസ്സിലാവില്ല. നമ്മൾ കുറേ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കും ഒക്കെ ചെയ്ത് മിക്സിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ അത് ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് ഈ സിനിമയുടെ ശരിക്കുള്ള. രാജുവേട്ടൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? പടം കണ്ടോ? രാജുവേട്ടൻ പടം റിലീസിൻ്റെ മുമ്പ് കണ്ടു, റിലീസിന് ശേഷം കണ്ടു. 2 ദിവസം റിലീസിന് ശേഷം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, ഷൂട്ടിലാണ്. അപ്പോൾ ഈ കമന്റുകളിലെല്ലാം ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോൾ ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലിന് വിഷമമായിട്ട് അവൻ ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആൾക്കാർ കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ട് ഇപ്പം ഒറ്റയ്ക്കിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ഇല്ല, ധ്യാൻ ഇന്നലെ ഞാൻ വായിച്ചിരുന്നു. ഇല്ല, ധ്യാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായി, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിച്ചായിരുന്നു. കണ്ടായിരുന്നു പുള്ളി പടം കണ്ടോ? അവൻ കണ്ടിട്ടില്ല, പക്ഷെ എന്ന് പറഞ്ഞു ഒരു താല്പര്യമില്ല. എന്നാലും ഓക്കേടാ, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. ബിപിൻ ചേട്ടൻ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു തരുന്നു. നിഖില എന്തെങ്കിലും പറഞ്ഞേ, രണ്ടും കല്ലടിക്കും. പഠിച്ചു നാളെ തിയേറ്ററിൽ ഒരേ